Hi friends, welcome to Spices and Flavors. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്വിക്ക് ആൻഡ് ടേസ്റ്റി ഫിഷ് ദം ബിരിയാണിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, അതേസമയം വളരെ ടേസ്റ്റിയുമാണ്. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ കുറേ സവാളയോ മസാലകളോ ഒന്നും ഇതിനാവശ്യമില്ല. വളരെ കുറച്ച് മാത്രമാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. ഞാനിതിനായിട്ട് 400 ഗ്രാം ഐക്കൂർ, അതായത് കിങ്ഫിഷ് ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ലെമണിൻ്റെ ഹാഫ് ജ്യൂസ് പിഴിഞ്ഞത്, പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞു. ഞാനിവിടെ ഫിഷ് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് ക്രിസ്പി ആയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ബിരിയാണിയിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. ഫിഷെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി മസാല തയ്യാറാക്കാം. ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. മസാലയ്ക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ മതി, അതുകൊണ്ട് ബാക്കിയുള്ള ഓയിൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ഏലക്കായും 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ സവോള അരിഞ്ഞതാണ് ചേർക്കേണ്ടത്. സവോള നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോ സ്മെല്ലൊക്കെ നന്നായിട്ട് പോകണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കതിൻ്റെ റോ സ്മെല്ലൊന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 2 ടൊമാറ്റോ അരച്ച് വെച്ചതാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരണം. അതുകൊണ്ട് നമുക്ക് നന്നായി വഴറ്റിയ ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഫിഷ് ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം. മീൻവയൽ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 2.5 ലിറ്റർ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 തക്കോലം, 1 കഷ്ണം പട്ട, 3 ഏലക്കായ, 4 ഗ്രാമ്പു, പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ നെയ്യാണ്. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ 2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് നന്നായി വാഷ് ചെയ്ത് 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർക്കാം. ഞാനിവിടെ 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം. 3/4 ഭാഗം വേവാകുമ്പോൾ നമുക്ക് റൈസ് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇടുന്നത് 1 ലെയർ ഫിഷ് മസാലയാണ്. അടിക്ക് പിടിക്കുന്നത് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ആദ്യം 1 ലെയർ റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ 1 ലെയർ ഫിഷ് മസാല ഇടാം. റൈസിന് മുകളിലായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 2 പിഞ്ച് ഗരം മസാലയാണ്. അതിനൊപ്പം 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂണ് ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലുമാണ് ചേർത്തത്. ഇനി നമ്മളിവിടെ ചേർക്കുന്നത് 1/4 കപ്പ് റൈസ് വേവിച്ച വെള്ളമാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ടീസ്പൂണ് റോസ് വാട്ടർ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. അതിൻ്റെ മേലെ നമ്മൾ 1 ലെയർ ഫിഷ് മസാല കൂടെ ചേർത്ത് വീണ്ടും റൈസ് ചേർക്കുകയാണ്. സെയിം പ്രോസസ്സ് ഇനി റിപ്പീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫിഷ് ദമ്മിടണം. അതിനായിട്ട് വാഴയിലയോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പറോ വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം.
എൻ്റെ കയ്യിലിപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലിഡിൻ്റെ ഹോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് അടയ്ക്കുന്നത്. ഒരു പഴയ തവ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കണം. അതിന് മേലെയാണ് നമ്മൾ ഈ പാത്രം കയറ്റി വയ്ക്കുന്നത്. നമുക്ക് 7 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 7 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിവിടെ 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ബിരിയാണി ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ ബിരിയാണി വേവ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ബിരിയാണി മിക്സ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ഫിഷ് പൊട്ടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഈസി ആൻഡ് ടേസ്റ്റി ഫിഷ് ദം ബിരിയാണി ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.